കോഴിക്കോട് വെച്ച് നടക്കുന്ന റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷന് തുടക്കമായി. നടനും ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗവുമായ സന്തോഷ് കീഴാറ്റൂരാണ് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തത്. ഫിലിം ഫെസ്റ്റിവലിന്റെ അണിയറ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും സന്തോഷ് കീഴാറ്റൂർ കോഴിക്കോട് പറഞ്ഞു. സിനിമ ആസ്വാദകരുടെയും സിനിമാ രംഗത്തേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെയും സിനിമാ പ്രവർത്തകരുടെയും സംഗമവേദിയാണ് റീജിയണൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ. ചലച്ചിത്രമേള എന്നതിനപ്പുറം ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്ന വേദി കൂടിയായി മാറാറുണ്ട് ഇത്തരം ഒത്തുകൂടൽ. അടുത്ത മാസം 8 മുതൽ 11 വരെയാണ് ചലച്ചിത്ര ഫെസ്റ്റിവൽ നടക്കുക. മനുഷ്യർ അനുഭവിക്കുന്ന വേദനകൾ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിക്കുന്ന മാധ്യമമാണ് സിനിമയെന്ന് നടൻ സന്തോഷ് കീഴാറ്റൂർ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പലായനം ചെയ്യപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച്, യുദ്ധത്തിനെക്കുറിച്ച്, നിറങ്ങളെക്കുറിച്ച്, നിറത്തിൻ്റെ പേരിൽ കുന്നുകടക്കുന്ന മനുഷ്യരെക്കുറിച്ചൊക്കെ സിനിമകൾ കാണാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ രാഷ്ട്രീയമടക്കം എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന കാലത്ത് രാഷ്ട്രീയമായിട്ടടക്കം നമ്മൾ ചിന്തിക്കുക. 7 വർഷത്തിന് ശേഷമാണ് റീജിയണൽ IFFK കോഴിക്കോട് വേദിയാകുന്നത്. സിനിമകൾ കാണുവാനുള്ള അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് അഭിനേത്രി പ്രിയ ശ്രീജിത്ത് പറഞ്ഞു. 58 സിനിമകളും കാണുന്ന അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളോട് എക്സ്പീരിയൻസ് കാണുന്നത് അതിലും കൂടുതൽ ആഗ്രഹമുണ്ട്. 177 രൂപ പാസിന്. അപ്പോൾ ഒരു കഴിക്കുന്ന പ്രൈസ് ചെയ്യുമ്പോൾ എല്ലാവരും തരിക. എന്നിട്ട് ഇന്ന് തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ അത് സ്കാൻ ചെയ്യുമ്പോൾ ഇന്ന് തന്നെ നമ്മൾ പാസ് വെക്കാം. ഇവ തന്നെ സിനിമകൾ കാണാം. ഏറ്റവും നല്ല സിനിമകളാണ്. നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. 354 രൂപയാണ് ഡെലിഗേറ്റ് പാസിന് ഈടാക്കുന്നത്. 177 രൂപയാണ് വിദ്യാർത്ഥികളുടെ നിരക്ക്. registration.iffk.in എന്ന ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന ഡെലിഗേറ്റുകൾക്ക് മാത്രമായിരിക്കും തിയേറ്ററിൽ പ്രവേശനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.